പിന്നെ ഞാൻ എന്താ വളരെയധികം എക്സൈറ്റഡ് ആണ്. നമ്മൾ കിഡിനെ ക്യാൻഡി ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ BMCയുടെ അടുത്തൊരു ഫിൽറ്റർ തരാമെന്ന് ചോദിച്ചു. അവർ നമുക്ക് അവരുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഡയ ഇൻഡെക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ഫിൽറ്റർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ അരുൺ ബ്രോയുടെ അടുത്ത് വന്നതാണ്. അരുൺ ബ്രോയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അരുൺ ബ്രോ പറഞ്ഞു നമ്മുടെ എക്സോസ്റ്റും അല്ലെങ്കിൽ ഹെഡേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് കാണിച്ചും തരും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ടീഷർട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിവ് അവേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്തുമാത്രം വർക്ക് നമ്മുടെ കഴിഞ്ഞു, എന്നത്തേക്ക് വണ്ടി നമുക്ക് കിട്ടുന്നുള്ളതും കൂടെ നമുക്ക് അരുൺ ബ്രോയുടെ അടുത്ത് ചോദിക്കാം. ബാ, അപ്പോൾ താണ്ടേ എനിക്ക് 0 ഫോഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒറിജിനൽ നമ്മൾ ഹാൻഡ് ബിൽഡ് ചെയ്തെടുത്ത നല്ല അടിപൊളി ഒരു പെർഫോമൻസ് ഹെഡർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 4 എണ്ണം വന്ന് ഇവിടെ 2 ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നേക്കുന്നത്, അതിലെന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതൊക്കെ നമുക്ക് അരുൺ ബ്രോയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് എക്സോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മളിത് ചെയ്യുന്നത് ഒരിക്കലും ആൾക്കാരുടെ ചെവി പൊട്ടിക്കാനുള്ള സൗണ്ടിനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു പ്യുവർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ബേസിസിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ ചെയ്തേക്കുന്ന സാധനം മുഴുവൻ നമ്മുടെ അരുൺ ബ്രോ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത്, അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് ഇപ്പോൾ ഞാൻ അകലിന് കാണിച്ചത്, അതായത് ഇവർ തന്നെ ഡ്രോയിങ് ഒക്കെ ഇട്ട് ഡിസൈൻ ചെയ്ത് അയച്ചു തന്നിട്ട് അവർ ചെയ്ത്. ഇതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ചെയ്ത പോലില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ അരുൺ ബ്രോ ചെയ്തെടുത്തേക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് കംപ്ലീറ്റ്ലി. എൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു വളരെ ഭംഗിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഹെഡർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ശരിക്കും 4 സിലിണ്ടറിൽ നിന്ന് വന്ന് 2 ആയിട്ടാണ് പോകുന്നത്. അതായത് 4:2:1 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇവിടുന്ന് വന്ന് നിങ്ങൾ ഈ കാണുന്ന പോലെ 2 പൈപ്പായിട്ട്, അതായത് 2 ആയിട്ട് വരുന്നു. അവിടുന്ന് വീണ്ടും വന്ന് ഒരു സിംഗിളായിട്ട് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഡിസൈനിങ് പോയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു റെസനേറ്റർ ക്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത സൗണ്ട് വരേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൈൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ ഡൗൺ പൈപ്പ് ഇങ്ങനെ വന്ന് ഈ ഒരു ക്യാൻ ഉണ്ടല്ലോ, ഈ എൻഡ് ക്യാനും നിങ്ങളിവിടെ കാണുന്ന പോലെ കാരണം നമ്മുടെ 0 ഫോഴ്സ് ബിൽഡ് ചെയ്തെടുത്താണ്, ഇൻക്ലൂഡിങ് കംപ്ലീറ്റ്ലി വാൽവട്രോണിക് സിസ്റ്റം. ഇതിൽ നമ്മൾ കംപ്ലീറ്റ്ലി വാൽവട്രോണിക് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സൗണ്ട് ഇപ്പോൾ നമ്മൾ ട്രാക്കിലോ അല്ലെങ്കിൽ നമ്മൾ റാലിയോ പോകുന്ന സമയത്ത് നമുക്കത് വേണമെങ്കിൽ സൗണ്ട് ഓണാക്കി വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഓടിക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റും കൂടെ എന്നെ ഞെട്ടിച്ചൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ 0 ഫോഴ്സ് ബിൽഡ് ചെയ്തെടുത്താണ് വാൽവട്രോണിക് സിസ്റ്റം ഉൾപ്പെടെ. അതായത് യൂഷ്വലി നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ 2 ലിറ്റർ എഞ്ചിനാണെങ്കിൽ ചിലപ്പോൾ 1.5 ആയിരിക്കും, അല്ലെങ്കിൽ 1.2 അത് പ്രോപ്പറായിട്ടല്ല വരുന്നത്. പക്ഷേ ഇത് സ്പെസിഫിക്കലി താണ്ടെ മെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്കിവിടെ നമ്മൾ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ആ BMCയിൽ കൊണ്ടുവന്ന ഫിൽറ്റർ എന്താണ്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഉള്ള അരുൺ ബ്രോയോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ BMC നമുക്ക് അയച്ചു തന്ന ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനമുള്ളൂ, ബാക്കിയെല്ലാം അവരുടെ ഗിഫ്റ്റാണെന്നാണ് ഇപ്പോൾ അരുൺ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഇതൊക്കെ നമ്മൾ കഷ്ടമായിട്ട് ബിൽഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് അകലെടുത്തുകൊണ്ട് പോയി, പക്ഷേ അകലിന് കൊടുക്കത്തില്ല. ഇത് BMC അയച്ചു തന്നേക്കുന്ന അവരുടെ അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ടീഷർട്ടാണ്. പിന്നെ നമുക്ക് ഗിവ് അവേ കൊടുക്കാം, ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ സെൻസർ വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തൊരു അഡാപ്റ്ററൂടെ നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പർട്ടിക്കുലർ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഭയങ്കര സുഖം പിടിക്കാൻ. ഇത് ഇങ്ങനെയായിരിക്കും, ഇവിടെ ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓണറ്റടിക്കുമ്പോൾ കൊള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് അതിൻ്റെ അകത്ത് മേജ് ആയിക്കോളും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ നമ്മളിനി അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഈ ഹെഡർ സിസ്റ്റം ഫുൾ ഇവർ കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാൽവട്രോണിക് ഉൾപ്പെടെ ബിൽഡ് ചെയ്തിട്ടാണ് അരുൺ ബ്രോ ചെയ്യുന്ന 0 ഫോഴ്സിൽ. പിന്നെ നമുക്ക് BMC ഈ ഫിൽറ്ററും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ അതുൽ ബ്രോയുടെ എടുത്തോട്ട് റെഡ് ബാൻഡ് റേസിംഗ്, അവിടെ പോയി നമുക്ക് ഇവനെ ഒന്ന് സ്റ്റേജ് 2 ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഹാർഡ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ആദ്യം തിരക്കായതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഹാർഡ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ട് സ്റ്റേജ് 2 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് സ്റ്റേജ് 2 ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള നല്ല മോഡിഫിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഫിൽറ്റർ ചെയ്ത് വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക ആ രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ വാൽവ് വെച്ചേക്ക് നമ്മൾ ട്രാക്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോകുമ്പോൾ മാത്രം അത് ഓൺ ചെയ്യുക, യൂസ് ചെയ്യുക. പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്കൊരു സ്റ്റഡ് ബാർ വയ്ക്കണം, അതിന് നമ്മൾ ദിവാനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 4 സസ്പെൻഷൻ്റെ സ്റ്റഡുകളും പോയി കിടക്കുക എന്നാണ് പറഞ്ഞത്, അതും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിക്കാണും, പക്ഷേ അല്ല, ഇതിന് കുറേയധികം വർക്കുകളുണ്ട്, റീപെയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മൂത്ത് നോട്ട് കാണും. അപ്പോൾ അതിനൊക്കെ ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ കാരണമാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് ദീപക് രാജൻ, ഡോക്ടർ ഐ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.